നമസ്കാരം, ഞാൻ പ്രദീപ്. ഹൈമാസ് വിഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രോഗ്രാമിൽ ഡെയിലി ഇൻകത്തെക്കുറിച്ചാണ് ഷെയർ ചെയ്തത്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വീക്കിലി ഇൻകം ആൻഡ് റിവാർഡ് ബോണസ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് നോക്കാം. വീക്കിലി income and reward bonus. റിവാർഡ് ബോണസ് കമ്പനി നമുക്ക് നൽകുന്നത് 1000 രൂപയിൽ നിന്നും ആരംഭിച്ച് 1 കോടി രൂപ വരെയാണ് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നത്. റിവാർഡ് ബോണസ് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ റിവാർഡ് പോയിന്റുകൾ കമ്പനിക്ക് നൽകേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് മുൻപ് പറഞ്ഞ എക്സാമ്പിൾ ഞാൻ വീണ്ടും ആവർത്തിക്കാം. FMCG ബൂസ്റ്റർ പാക്കേജ്. FMCG booster package 10,000 rupees MRP വാല്യൂ വരുന്ന ഇരുപത്തിയഞ്ച് പ്രോഡക്ട്സുകൾ അടങ്ങിയ ആ ഒരു പാക്കേജിന്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുക്കുന്നു. അതിൽ കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന DP അഥവാ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് 7,999. ഇപ്രകാരം ഒരു പാക്കേജ് വാങ്ങിക്കുമ്പോൾ അതിൽ കമ്പനി BV അഥവാ ബിസിനസ് വോളിയം 2000 ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ റിവാർഡ് പോയിന്റുകൾ 2 ആണ് അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഏത് പാക്കേജ് വാങ്ങുമ്പോഴും ആ പാക്കേജുകളിലൊക്കെ ബിസിനസ് വോളിയവും കൂടാതെ റിവാർഡ് പോയിന്റുകളും കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാക്കേജ് കൂടാതെ തന്നെ ചില സ്പെഷ്യൽ പ്രോഡക്ട്സിലും കമ്പനി റിവാർഡ് പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ന്യൂട്രിമാക്സ്, അതുപോലെ തന്നെ ട്രസ്റ്റ്ബെറി, ഇങ്ങനെയുള്ള വെയിറ്റ് മാനേജ് ചെയ്യാനുള്ള പ്രൊഡക്ട്സുകൾ. ഈ ഒരു പ്രൊഡക്ട്സുകളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റുകൾ നേടാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ 2 ടീം, ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2, ഇങ്ങനെ 2 ടീമുകളിലായി എത്രമാത്രം റിവാർഡ് പോയിന്റുകളാണോ മാച്ച് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ 1ലും 2ലും 10 പോയിന്റുകൾ വരുന്നു. എന്നുവെച്ചാൽ 10 പോയിന്റ് മാച്ച് ആകുമ്പോൾ റിവാർഡ് ബോണസ് ആയിട്ട് നമുക്ക് 1000 രൂപ ലഭിക്കും. അത് 25 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ 2100 രൂപ ക്യാഷ് ലഭിക്കുന്നു. 50 പോയിന്റുകൾ മാച്ച് ആകുമ്പോൾ 3 night 4 days ഡൊമസ്റ്റിക് ടൂർ പ്രോഗ്രാമാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം 100 പോയിന്റ്സ് 100 പോയിന്റുകൾ മാച്ച് ആകുമ്പോൾ ക്യാഷ് ആയിട്ട് 10,000. അതിന്റെ ഒരു സ്ലാബ് ഞാൻ ഇതോടൊപ്പം ആഡ് ചെയ്യാം. ഹാപ്പി ഹെൽത്ത് ഡേയിലൂടെ ലഭിക്കുന്ന റിവാർഡ് ബോണസ് അത് റിവാർഡ് പോയിന്റുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലഭിക്കുക. ഓർഗനൈസേഷൻ 1ലും 2ലും മാച്ചാകുന്ന പോയിന്റുകൾ 10 പോയിന്റ് മാച്ചായാൽ 1000 രൂപ ക്യാഷായി ലഭിക്കുന്നു. 25 പോയിന്റുകൾ മാച്ചാകുമ്പോൾ 2100 രൂപ. 50 പോയിന്റുകൾ മാച്ചാകുമ്പോൾ 3 night 4 days ഡൊമസ്റ്റിക് ടൂറാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. 100 പോയിന്റുകൾ മാച്ചാകുമ്പോൾ 10,000 രൂപ ക്യാഷായി ലഭിക്കുന്നു. 250 പോയിന്റുകൾ മാച്ചാകുമ്പോൾ 20,000 രൂപ. 500 പോയിന്റുകൾ മാച്ചാകുമ്പോൾ 50,000 രൂപ. അതുപോലെ 1200 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ 1,00,000 രൂപയും കൂടാതെ 3 night 4 days ഡൊമസ്റ്റിക് ടൂറുമാണ് ലഭിക്കുക.
2500 പോയിന്റുകൾ മാച്ചാകുമ്പോൾ 2 ലക്ഷം രൂപയും കൂടാതെ ഒരു ക്രൂയിസ് ടൂറുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5000 പോയിന്റുകൾ മാച്ചാകുമ്പോൾ ക്യാഷായി ലഭിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. 10000 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപയും 25000 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ 21 ലക്ഷം രൂപ കൂടാതെ 50000 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ 50 ലക്ഷം രൂപയും. എപ്പോഴാണോ 1 ലക്ഷം പോയിന്റുകൾ മാച്ച് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ 1 കോടി രൂപയാണ് ലഭിക്കുക. അങ്ങനെ 1,89,83,100 രൂപയാണ് 10 പോയിന്റ് മുതൽ 1 ലക്ഷം പോയിന്റ് മാച്ച് ചെയ്യുന്നവരെയുള്ള റിവാർഡ് ബോണസായി നമുക്ക് ലഭിക്കുന്നത്. വീക്കിലിയിൽ ലഭിക്കുന്ന മറ്റൊരു ഇൻകമാണ് മാച്ചിങ് ബോണസ്. മാച്ചിങ് ബോണസ് ആയിട്ട് എത്ര ബിസിനസ് വോളിയമാണോ ഓരോ ആഴ്ചയിലും കമ്പനിക്ക് നമ്മൾ നൽകുക, ആ നൽകുന്ന വോളിയത്തിന്റെ 7% മാച്ചിങ് ബോണസ് ആയിട്ട് 2,11,000 രൂപ വരെയാണ് ഏൺ ചെയ്യുവാൻ കഴിയുന്നത്. ഇതെങ്ങനെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജ് വാങ്ങുമ്പോൾ അതിൽ ബിസിനസ് വോളിയം കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ ബിസിനസ് വോളിയവും അതിന് നമുക്ക് ഈ ഒരു ബിസിനസ് വോളിയത്തിന് നമുക്ക് ജോയിനിങ് BV അഥവാ ജോയിനിങ് ബിസിനസ് വോളിയം എന്ന് വിളിക്കാം. അതിനുശേഷം ഫസ്റ്റ് പർച്ചേസിന് ശേഷം പിന്നീട് ആവശ്യമായ പ്രൊഡക്റ്റുകൾ നമുക്ക് എത്ര എമൗണ്ടിന് വേണമെങ്കിലും വാങ്ങാം, ഒരു സിംഗിൾ പ്രൊഡക്റ്റായിട്ട് വേണമെങ്കിലും വാങ്ങാം. അങ്ങനെ ലഭിക്കുന്ന പർച്ചേസിന് ലഭിക്കുന്ന ബിസിനസ് വോളിയത്തെ നമുക്ക് റീപർച്ചേസിലൂടെ ലഭിക്കുന്ന ബിസിനസ് വോളിയം എന്ന് പറയാം. ഇനി റീപർച്ചേസിലൂടെയും ജോയിനിങ്ങിലൂടെയും വരുന്ന ഓരോ ആഴ്ചയിലും വരുന്ന ടോട്ടൽ ബിസിനസ് വോളിയം എത്രയാണോ അതിന്റെ 7% ആണ് മാച്ചിങ് ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഓർഗനൈസേഷൻ 1നും ഓർഗനൈസേഷൻ 2നും ഇപ്പൊ ഒരു 10,000 വോളിയത്തിന്റെ പർച്ചേസ് അത് ജോയിനിങ്ങിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ റീപർച്ചേസിലൂടെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ഇപ്രകാരം 10,000 വോളിയം മാച്ചായാൽ അല്ലെങ്കിൽ എത്ര വോളിയം ആണോ മാച്ചാകുന്നത് ആ മാച്ചാകുന്ന വോളിയത്തിന്റെ 7% ആയിരിക്കും മാച്ചിങ് ബോണസായി കമ്പനി നമുക്ക് നൽകുക. ഈ ഒരു എക്സാമ്പിൾ പ്രകാരം 10,000 വോളിയം മാച്ച് ആകുമ്പോൾ അതിന്റെ 7% എടുത്താൽ 700 റുപ്പീസ് ആണ് മാച്ചിങ് ബോണസായി നമുക്ക് ലഭിക്കുന്നത്. വീക്കിലിയിലെ മറ്റൊരു ഇൻകമാണ് മിനി CP ബോണസ്. മിനി CP ബോണസ് ലഭിക്കണമെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ ഓർഗനൈസേഷൻ 1നും 2നും വരുന്ന മാച്ചിങ് വോളിയം 10,000 വോളിയം ഒരാഴ്ചയിൽ മാച്ച് ചെയ്താൽ അപ്പോൾ 1,000 റുപ്പീസ് ആണ് ഇൻകമായി വരുന്നത്. അത് 10,000 മുതൽ 24,999 വരെ ഈ 1,000 റുപ്പീസ് ആണ് മിനി CP ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഇൻകമാണ് നമുക്ക് ചാമ്പ്യൻ ബോണസ് എന്ന് പറയും. ചാമ്പ്യൻ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ഓർഗനൈസേഷൻ 1നും 2നും അതായത് മാച്ചിങ് വോളിയം 25,000 മിനിമം വരണം. അങ്ങനെയാണെങ്കിൽ 2,000 രൂപയാണ് ചാമ്പ്യൻ ബോണസ് ആയിട്ട് ലഭിക്കുക. നമുക്കൊരു എക്സാമ്പിളിലൂടെ വീക്കിലി ഇൻകത്തിലെ കാൽക്കുലേഷൻ നോക്കാം.
വീക്കിലിയിലെ ആദ്യത്തെ ഇൻകം ഞാൻ പറഞ്ഞല്ലോ, റിവാർഡ് ബോണസ്. റിവാർഡ് ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് 1000 രൂപ മുതൽ 1 കോടി രൂപ വരെ ആണെങ്കിൽ രണ്ടാമത്തെ ഇൻകം ആണ് നമുക്ക് മാച്ചിങ് ബോണസ്. മാച്ചിങ് ബോണസ് എത്ര ബിസിനസ് വോളിയം ആണോ കൊടുക്കുന്നത്, വോളിയത്തിന്റെ 7% ആണ് ലഭിക്കുക. മൂന്നാമതായിട്ടുള്ളത് നമുക്ക് മിനി CP ബോണസ് എന്നാണെന്ന് പറയാം. അപ്പോൾ മിനി CP ബോണസ് കിട്ടണമെങ്കിൽ നമ്മുടെ ബിസിനസ് വോളിയം ഒരാഴ്ചയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് മിനിമം 10,000 ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇൻകമാണ് ചാമ്പ്യൻ ബോണസ്. ചാമ്പ്യൻ ബോണസ് ആയിട്ട് ലഭിക്കണമെങ്കിൽ ഒരാഴ്ചയിൽ വരുന്ന ബിസിനസ് വോളിയം 25,000. ഇതാണ് നമുക്ക് വീക്കിലി കിട്ടുന്ന ഇൻകം. അപ്പൊ ഈ വീക്കിലി ഇൻകം എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. നമുക്ക് 2 ഓർഗനൈസേഷനിൽ വരുന്ന ടോട്ടൽ വോളിയം, ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2, ഈ 2 ടീമുകളിൽ വരുന്ന വോളിയത്തിന്റെ ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഓർഗനൈസേഷൻ 1 മുൻപ് പറഞ്ഞ പ്രകാരം ഒരു ദിവസം 4000 വോളിയം, ഇങ്ങനെയുള്ള ബിസിനസ് വോളിയത്തിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് മുൻപുള്ള ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്തത്. അങ്ങനെ നോക്കിയാൽ 7 ദിവസം കൊണ്ട് 28,000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1 വന്നു. ഓർഗനൈസേഷൻ 2 അതുപോലെ തന്നെ ഒരു ദിവസം 4000 വോളിയം വെച്ചിട്ട് തുടർച്ചയായ 7 ദിവസവും നേടിയപ്പോൾ അത് 28,000 വോളിയം ഓർഗനൈസേഷൻ 1 2 മാച്ച് ചെയ്തു. അപ്പോൾ മുൻപ് പറഞ്ഞ പ്രകാരം ഒരു ദിവസം 4000 വോളിയം ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു പാക്കേജിൽ 2 റിവാർഡ് പോയിന്റുകൾ വന്നു. 2 മാച്ചിങ് വന്നപ്പോൾ 4 റിവാർഡ് പോയിന്റ് ലഭിച്ചു. 4 റിവാർഡ് പോയിന്റ് വെച്ചിട്ട് 7 ദിവസവും നേടിയപ്പോൾ 28 റിവാർഡ് പോയിന്റുകളാണ് ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞത്. 4 പോയിന്റ് വെച്ച് 7 ദിവസങ്ങൾ നേടിയപ്പോൾ 28 റിവാർഡ് പോയിന്റുകൾ നേടാൻ കഴിഞ്ഞു. പ്രകാരം ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ ഇതിനു മുൻപ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, ഒരു ദിവസം 2000 രൂപ ഡെയിലി ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ കമ്പനിക്ക് കൊടുത്ത ബിസിനസ് എത്രയാണോ ആ ബിസിനസ് തന്നെയാണ് ഇവിടെയും ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് നമുക്കിവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. റീപർച്ചേസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആ ഒരു മുൻപ് പറഞ്ഞ ആ ഒരു കാൽക്കുലേഷൻ തന്നെ തുടർന്ന് വരികയാണ്. നമ്മുടെ ഒരു മൈൻഡ് മാറാതിരിക്കാൻ വേണ്ടിയാണ്, ആ ഒരു ടച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. വീക്കിലെ ആദ്യത്തെ ഇൻകം ആണ് റിവാർഡ് ബോണസ്. റിവാർഡ് ബോണസ് ലഭിക്കണമെങ്കിൽ നമ്മൾ കമ്പനിക്ക് കൊടുക്കണം റിവാർഡ് പോയിന്റുകൾ. അപ്പൊ അതിന്റെ ഒരു സ്ലാബ് ആണ്, റിവാർഡ് ബോണസ് സ്ലാബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ലാബിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുമ്പോൾ 10 പോയിന്റ് മാച്ച് ചെയ്തപ്പോൾ 1000 രൂപ ലഭിക്കുന്നു. 100 പോയിന്റുകൾ മാച്ച് ചെയ്തപ്പോൾ 10,000 രൂപ കിട്ടുന്നു. 1,00,000 പോയിന്റുകൾ മാച്ച് ചെയ്യുമ്പോൾ 1 കോടി രൂപയാണ് കമ്പനി നമുക്ക് നൽകുക. അതിന്റെ അർത്ഥം ഒരു പോയിന്റിന്റെ വാല്യൂ നമ്മൾ പരിശോധിച്ചാൽ, ഒരു പോയിന്റിന്റെ വാല്യൂ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 100 രൂപയാണ് ആവറേജ് അതിന്റെ വാല്യൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബിസിനസിന്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ കൊടുത്ത ബിസിനസ് ഇത്രയാണ് കമ്പനിക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 28 പോയിന്റുകൾ മാച്ച് ചെയ്യിപ്പിച്ചു. അപ്പൊ 28 റിവാർഡ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് കണക്കാക്കാം. 2,800 രൂപ ക്യാഷ് കിട്ടുന്നതിന് തുല്യമാണ് 28 പോയിന്റുകൾ നമുക്ക് ലഭിച്ചാൽ. അപ്പൊ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം
ഇവിടെ നമുക്ക് എത്ര രൂപയാണ് റിവാർഡ് ബോണസ് ആയിട്ട് ലഭിക്കുക എന്ന് പരിശോധിച്ചാൽ നമുക്ക് 2800 രൂപയാണ് അതിലൂടെ ക്യാഷ് ആയിട്ട് ലഭിക്കേണ്ടത്. ഓക്കെ, അടുത്ത ഇൻകം ആണ് നമുക്ക് മാച്ചിങ് ബോണസ്. ആ മാച്ചിങ് ബോണസ് എങ്ങനെ ലഭിക്കും? എത്ര വോളിയം നമ്മൾ കൊടുത്തിട്ടുണ്ട്, എത്ര ബിസിനസ് വോളിയം കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മാച്ചിങ് ബോണസ് ആയിട്ട് ലഭിക്കണമെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന ബിസിനസ് വോളിയം 28,000 ആണ്. ആ 28,000 വോളിയത്തിന്റെ 7%. ആ 28,000 വോളിയത്തിന്റെ 7%, എത്ര വോളിയം കൊടുത്താലും അതിന്റെ 7% 1960 രൂപ അങ്ങനെ ലഭിക്കും. കൂടാതെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇൻകം ആണ് ചാമ്പ്യൻ ബോണസ്. അതായത് ഒരാഴ്ചയിൽ 25,000 വോളിയം കമ്പനിക്ക് കൊടുത്താൽ നമുക്ക് ചാമ്പ്യൻ ബോണസ് കൂടെ കിട്ടും. ചാമ്പ്യൻ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് 2000 രൂപയാണ്. അതായത് ടോട്ടൽ എടുത്താൽ 6760 രൂപ വീക്ക്ലി ഇൻകം. ഈ സെയിം ബിസിനസിന് കമ്പനി ഒരു ദിവസം 2000 രൂപ എന്ന ക്രമത്തിൽ നമുക്ക് ഡെയിലി ഇൻകം തന്നിരുന്നു. അത് 7 ദിവസം കൊണ്ട് നമുക്ക് 14,000 രൂപ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എടുത്താൽ ഡെയിലി ഇൻകവും വീക്ക്ലി ഇൻകം കൂടെ ചേർത്താൽ പോലും 20,760 രൂപയാണ് നമുക്ക് ആ ഒരു വീക്കിൽ ഏൺ ചെയ്യുവാൻ കഴിയുന്നത്. ഇപ്രകാരം എത്ര വോളിയമാണോ, എത്ര റിവാർഡ് പോയിന്റുകളാണോ നമുക്ക് കമ്പനിക്ക് കൊടുക്കുവാൻ കഴിയുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ വരുമാനം ഹാപ്പി ഹെൽത്തിലൂടെ വീക്ക്ലി ഇൻകമായി നേടുവാൻ സാധിക്കും. ഇപ്രകാരം നമുക്ക് ഹാപ്പി ഹെൽത്തിലൂടെ വളരെ സിമ്പിളായി ഡെയിലി ഇൻകവും വീക്ക്ലി ഇൻകവും മന്ത്ലി ഇൻകവും നേടാം. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തത് വീക്ക്ലി ഇൻകത്തിന്റെ കാൽക്കുലേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നേടാൻ കഴിയുന്ന ഒരു ഇൻകമാണ് വീക്ക്ലി ഇൻകം. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ഹാപ്പി ഹെൽത്തിലൂടെ വലിയ വിജയം സ്വന്തമാക്കുവാൻ കഴിയും. അങ്ങനെ വലിയ വിജയം സ്വന്തമാക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.